എല്ലാവരുടെയും എക്സാം രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ട്, എഴുതിയെടുത്തോളൂ. ദീപു 97402351, ഡുണ്ടു 97402352, ചിൻഡു 97402353. എന്ത് നമ്പറാണിത്? എനിക്ക് വേണ്ട. നിനക്ക് വേണ്ടെന്നോ? എടാ, ഇത് രജിസ്ട്രേഷൻ നമ്പറാ. അതന്നെയാ പറഞ്ഞ എനിക്ക് വേണ്ടാന്ന്. പറയാനൊരു സുഖം വേണ്ടേ? എന്റെ ടീച്ചറെ, ഞാനൊരു1000 രൂപ അങ്ങ് തരും. നല്ലൊരു ഫാൻസി നമ്പർ സംഘടിപ്പിച്ച് തരാൻ കഴിയോ? നീ ആള് കൊള്ളാലോ. എടാ മോനെ, നിനക്ക് ഫാൻസി നമ്പർ വേണല്ലേ? ഇതുപോലെ ഒരുപാട് നമ്പർ കണ്ടിട്ടുള്ളവളാ ഈ ഞാൻ. എങ്കിൽ ആ കൂട്ടത്തിൽ ഏതെങ്കിലും നല്ലൊരു നമ്പർ തരൂ രുക്മിണി ടീച്ചർ. എഴുതിയെടുക്ക് 97402353. എഴുതിയോ? ഇത് കൊലച്ചതി ആയിപ്പോയി. എടാ ദീപു, നമുക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളതല്ലേ? അത് ഈ ടീച്ചർ മനസ്സിലാക്കാത്തത് എന്താ? നീ നിന്റെ കാര്യം പറഞ്ഞാ മതി, എന്നെ അതില് വലിച്ചയക്കണ്ട. തല്ലു കൊള്ളാൻ വയ്യ, അതുകൊണ്ടാ. ദുഷ്ടൻ. ശരി, എക്സാം അടുത്ത ആഴ്ചയാണ്. എല്ലാവരും നല്ല മാർക്ക് വാങ്ങണം. അതിന് വീട്ടിൽ ചെന്ന് എല്ലാം ഒന്ന് ഓടിച്ചു നോക്കണം. ഞാൻ ഓടിച്ചു നോക്കാറുണ്ട് ടീച്ചർ. ഏത് സബ്ജക്ട്? സബ്ജക്റ്റ് അല്ല, അച്ഛന്റെ സ്കൂട്ടർ. കാർ ഓടിക്കാൻ ശ്രമിച്ചതാ, പക്ഷെ ഓടിയില്ല. എടാ കുറ്റം കെട്ടവനെ, കാറും സ്കൂട്ടറും ഒന്നും ഓടിച്ചു നോക്കുന്ന കാര്യമല്ല പറഞ്ഞത്. പഠിച്ച കാര്യങ്ങൾ ഓടിച്ചു നോക്കണം. സ്കൂട്ടർ ഞാൻ പഠിച്ചതാ ടീച്ചർ, അതുകൊണ്ടല്ലേ ഓടിച്ചു നോക്കിയത്. സ്കൂട്ടർ കൊണ്ട് ഞാൻ 8 എഴുതും. എടാ ചിൻഡു, അറിയുമോ, നീ കാരണം മറ്റു കുട്ടികൾക്ക് കൂടി പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അറിയില്ലായിരുന്നു ടീച്ചർ, സോറി. ഇനി ഞാൻ വികൃതി ഒന്നും കളിക്കാതെ ഇരുന്നോളാം. എല്ലാ ചോദ്യത്തിനും ശരി ഉത്തരം പറഞ്ഞോളാം. ഉറപ്പാണോ? പാറ പോലെ ഉറപ്പ്. മാത്രമല്ല, ഞാൻ ഇനി മുതൽ ഹെഡ് മാസ്റ്ററിന്റെ ബൈക്കിന്റെ കാറ്റൊഴിച്ചു വിടില്ല. ടീച്ചറുടെ വീടിന്റെ ജനലിന് കല്ലെറിയില്ല. ഒന്നും ചെയ്യില്ല. വെരി ഗുഡ്. എനിക്ക് അറിയാമായിരുന്നടാ നീ നന്നാവുമെന്ന്. ശരി, ഞാനൊരു ചോദ്യം ചോദിക്കാം. നല്ല കുട്ടിയായിട്ട് ശരിയായ ഉത്തരം പറഞ്ഞേക്കണം. എല്ലാവരും കേൾക്കട്ടെ. മഴ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്ന വസ്തു ഏതാണ്? ചിൻഡു പറയൂ. കുട.